യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 15 വാക്യത്തിൽ വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെയെന്ന് യഹൂദന്മാർ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. നാട്ടിലെ സംസാരം മുഴുവൻ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും മാത്രമായിരുന്നില്ല, യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ചായിരുന്നു നാട്ടിലെ സംസാര വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട സംസാരം. യേശു ദൈവാലയത്തിൽ പലപ്പോഴും പോയി ഉപദേശിച്ചിരുന്നു. യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാൾ അടുത്തിരുന്ന സമയത്ത് യേശു അവിടെ പോവുകയും ഉപദേശിക്കുകയും ചെയ്തു. പുരുഷാരത്തിൽ യേശുവിനെക്കുറിച്ച് വളരെ കുശുകുശുപ്പുണ്ടായി. യേശു നല്ലവൻ എന്ന് ചിലരും, അല്ല അവൻ പുരുഷാരത്തെ വഞ്ചിക്കുന്ന ഒരു വഞ്ചകൻ എന്ന് മറ്റു ചിലരും പറഞ്ഞു. എന്നാൽ അവരെല്ലാം പറഞ്ഞത് രഹസ്യമായിട്ടാണ്. കാരണം യഹൂദന്മാരെ പേടിച്ചിട്ട് ആരും പ്രസിദ്ധമായി അവനെക്കുറിച്ച് സംസാരിച്ചില്ല. എല്ലായിടത്തും അടക്കം പറച്ചിലാണ്. പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു വീണ്ടും ദൈവാലയത്തിൽ ചെന്ന് അവരെ ഉപദേശിച്ചു. ആ സന്ദർഭത്തിലാണ് വിദ്യാഭ്യാസം ചെയ്യാത്ത യേശു ശാസ്ത്രം അറിയുന്നത് എങ്ങനെ എന്ന് പറഞ്ഞ് യഹൂദന്മാർ ആശ്ചര്യപ്പെട്ടത്. യേശുക്രിസ്തു വിദ്യാഭ്യാസം ചെയ്യാത്തവൻ എന്നാണ് യഹൂദന്മാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം പഴയ നിയമത്തിലെ റബിമാരുടെ കീഴിൽ ഇരുന്ന് പലരും അഭ്യസിച്ചിരുന്ന കാര്യം തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോസ്തലനായി മാറിയ പൗലോസ് ഗമാലിയേൽ എന്ന റബിയുടെ കീഴിൽ ഇരുന്ന് ദൈവവചനം പഠിച്ച ആളായിരുന്നു. ഇവിടെ വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെയെന്ന് യഹൂദന്മാർ ചോദിക്കുമ്പോൾ യഹൂദ റബിമാരുടെ കീഴിൽ യേശു വിദ്യ അഭ്യസിച്ചിരുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞത് അവർ പഠിപ്പില്ലാത്തവരും ശേഷം മനുഷ്യരെ പോലെ എന്നാണ്. പഠിപ്പില്ലാത്തവർ എന്ന് അവിടെ വിശേഷിപ്പിക്കുമ്പോൾ യഹൂദ റബിമാരുടെ കീഴിൽ ഇരുന്ന് പൗലോസിനെ പോലെ പഠിച്ചിട്ടില്ല എന്ന് മാത്രം നാം മനസ്സിലാക്കുക. എന്നാൽ കൊലോസ്യലേഖനം 2:3 പറയുന്നു, യേശുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായിട്ട് ഇരിക്കുന്നു. യേശു ജ്ഞാനത്തിൻ്റെ നിക്ഷേപമാണ്. ആ യേശുവിന് മനുഷ്യരിൽ നിന്ന് പഠിക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഇത് അവർക്ക് തിരിച്ചറിയുവാൻ പറ്റാതെ പോയി. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം ചെയ്യാത്ത, അതായത് റബിമാരുടെ കീഴിൽ ഇരുന്ന് അവരുടെ സംസ്കാരം പോലെ പഠിക്കാത്ത യേശു എങ്ങനെയാണ് ഇത്രയും മനോഹരമായിട്ട് സംസാരിക്കുന്നത് എന്നാണ് അവരുടെ ചോദ്യം. മത്തായി സുവിശേഷം 13:54 അവർ വിസ്മയിച്ചു, ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ എന്ന് അവർ ചോദിക്കുന്നു. യോഹന്നാൻ 7:46 യേശുവിനെ പിടിക്കുവാൻ വന്ന ചേവകർ പറഞ്ഞത്, ഈ മനുഷ്യൻ, അതായത് യേശു, സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്നായിരുന്നു. യേശുവിൻ്റെ വായിലെ വാക്കുകൾ ലാവണ്യ വാക്കുകൾ ആയിരുന്നു. ലാവണ്യം യേശുവിൻ്റെ അധരങ്ങളിൽ മേൽ ഉണ്ടായിരുന്നു. ഇവർ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് യേശു പറഞ്ഞത്, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേത് അത്രേ എന്നുള്ളത്. യേശു ഒരിക്കലും തൻ്റെ ആശയങ്ങളല്ല പ്രചരിപ്പിച്ചിരുന്നത്. യേശുക്രിസ്തുവും ശിഷ്യന്മാരും കൂടെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചിന്തിച്ച് ആലോചിച്ച ഉപദേശങ്ങൾ അല്ല ജനത്തെ പഠിപ്പിച്ചിരുന്നത്. യോഹന്നാൻ 14:10 ഇങ്ങനെയാണ് യേശു പറഞ്ഞത്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം ഞാൻ സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 17:8 നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു,
ഞാൻ നിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായി അവർ അറിഞ്ഞും നീ എന്നെ അയച്ച് എന്ന് അവർ വിശ്വസിച്ചും ഇരിക്കുന്നു. ഇവിടെയൊക്കെ യേശുവിൻ്റെ ലാവണ്യവാക്കുകളെ പുകഴ്ത്തുവാനുള്ള കാരണം യേശു സ്വയമായിട്ട് ഒന്നും പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് നാം നമ്മുടെ സ്വയത്തിൽ നിന്ന് എടുത്ത് പറയുമ്പോൾ അവിടെ ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാവുകയാണ്. എന്നാൽ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം പുത്രൻ ജനത്തോട് പറഞ്ഞപ്പോൾ, പുരുഷാരത്തോട് പറഞ്ഞപ്പോൾ അവർ ആശ്ചര്യപ്പെടുകയാണ്. ജ്ഞാനത്തിൻ്റെ നിക്ഷേപങ്ങൾ ക്രിസ്തുവിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ്. വാസ്തവത്തിൽ യേശു ചെയ്തതല്ലേ നാമും ചെയ്യേണ്ടത്? നാം എത്ര പേർ നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് തൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്? പിതാവായ ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് നാം എത്ര പേർ ജനത്തോട് സംസാരിക്കുന്നുണ്ട്? പിതാവിൽ നിന്ന് യേശു കേട്ട വചനങ്ങൾ യേശു ജനത്തിന് നൽകി. അതുകൊണ്ടാണ് ആളുകൾക്ക് യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ ആശ്ചര്യം ഉണ്ടായത്. ഈ കാലങ്ങളിൽ നാം കേൾക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്ന് കേട്ടത് വേണം നാം ജനത്തിന് കൊടുക്കുവാൻ. അല്ലാതെ ആരെങ്കിലും പ്രസംഗിച്ചതിൻ്റെ പോയിൻ്റുകൾ തപ്പിയെടുത്തോ ഏതെങ്കിലും പുസ്തകങ്ങൾ മാത്രം വായിച്ച് അതിൽ നിന്ന് പ്രസംഗക്കുറിപ്പുകൾ ഉണ്ടാക്കിയോ അല്ല വാസ്തവത്തിൽ കൊടുക്കേണ്ടത്. ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കുവാൻ കഴിയണം. പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നത്. ദൈവത്തിന് നമ്മോട് സംസാരിപ്പാൻ ഇന്നും ആഗ്രഹമുണ്ട്. കർത്താവേ, അവിടുത്തെ പ്രിയ പുത്രനിലൂടെ അവനൊന്ന് സംസാരിച്ചതുപോലെ ഞങ്ങളോട് ദൈവം സംസാരിക്കണം. ഞങ്ങൾ പ്രാപിക്കുന്ന വചനം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കർത്താവ് കൃപ തരണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും? നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും? നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.